السلام عليكم ورحمة الله وبركاته. بسم الله الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه الفائزين برضا الله، أما بعد. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد كما صليت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. ഏറ്റവും ബഹുമാനം നിറഞ്ഞ മജീദ് ഉസ്താദ് അവറുകൾ, മറ്റുള്ള ഉലമാക്കൾ, ഉമറാക്കൾ, മുതഅല്ലിം സുഹൃത്തുക്കൾ, സഹോദരി സഹോദരന്മാർ, അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഈ ഒരുമിച്ച് കൂടിയതിനെ അവൻ പൊരുത്തപ്പെട്ട സ്വാലിഹായ ഒരു അമലാക്കി തീർത്തു തരട്ടെ. നമ്മെ എല്ലാവരെയും ആദരവായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൂടുതൽ സ്നേഹിക്കുന്ന മുത്തഖീങ്ങളിൽ അല്ലാഹു ഉൾപ്പെടുത്തി തരട്ടെ. ബഹുമാനപ്പെട്ട ശൈഖുന താജുശ്ശേരി ഉസ്താദിന് കൂടെ നാളെ ജന്നത്തുൽ ഫിർദൗസിൽ നമ്മളെല്ലാവരെയും ഒരുമിച്ച് കൂട്ടി തരട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീം. ഇന്ന് നിങ്ങളുടെ മുമ്പിൽ എന്താണോ ഞാൻ പറയേണ്ടതെന്ന് സത്യത്തിൽ പറഞ്ഞാൽ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. കാരണം ബഹുമാനപ്പെട്ട ശൈഖുനയുടെ അനുസ്മരണമാണ്. യഥാർത്ഥത്തിൽ പൊയ്യത്തവേലി എന്ന് പറയുമ്പോൾ തന്നെ ഉപ്പാനെ എപ്പോഴും ഓർക്കാറുണ്ട്. ഇവിടത്തേക്ക് വരുമ്പോൾ ശൈഖുനെ ഇങ്ങനെ കാണുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതൊക്കെ സ്വീകരിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വിട പറഞ്ഞ് 3 വർഷം തികയാൻ പോവുകയാണ്. പക്ഷേ പൊയ്യത്തെ മേൽ വന്നു നോക്കിയാൽ ഇന്നലെ പോയതുപോലെ തോന്നുകയാണ്. അള്ളാഹു ഈ തോന്നലെ ഖിയാമത്ത് നാൾ വരെ നിലനിർത്തി തരട്ടെ. നമ്മളെ സ്വർഗത്തിലും അള്ളാഹു ശൈഖുനയുടെ കൂടെ നമ്മളെ ഒരുമിച്ച് കൂട്ടിത്തരട്ടെ. അതുപോലെ നമ്മുടെ മജീദ് ഉസ്താദ്, അള്ളാഹു അവരുടെ എല്ലാ രോഗങ്ങളെയും അള്ളാഹു ശിഫയാക്കി കൊടുക്കട്ടെ. ശൈഖുനയുടെ ആക്കുകൊണ്ട് അവരെയും അവരുടെ കുടുംബത്തെയും അള്ളാഹു ഇസ്സത്തിലാക്കി കൊടുക്കട്ടെ. അവരുടെ ദർസിനെ അള്ളാഹു ഖിയാമത്ത് നാൾ വരെ നിലനിർത്തി തരട്ടെ. അവരൊക്കെ വീട്ടിലേക്കും സിയാറത്തിനൊക്കെ വരുമ്പോൾ ഞാൻ പറഞ്ഞതുപോലെ അവിടുത്തെ ശിഷ്യന്മാര് വരുമ്പോഴും അവരോട് ശൈഖുന സംസാരിക്കുന്നതൊക്കെ കാണുമ്പോൾ ഞങ്ങളുടെ ജീവിതത്തിൽ സ്വന്തം മക്കളെക്കാളും കൂടുതലാണ് അവരോട് സംസാരിക്കാറ്. അതുകൊണ്ട് അവരൊക്കെ മക്കളായിട്ട് തന്നെയാണ് ശൈഖുന കണ്ടത്. അതുകൊണ്ട് ഞങ്ങളും ഉപ്പാന്റെ ശിഷ്യന്മാരെ ഞങ്ങളെ ജ്യേഷ്ഠന്മാരായും അനുജന്മാരുമായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. പ്രത്യേകിച്ച് മജീദ് ഉസ്താദ് വന്ന് അവിടെ സിയാറത്തിന്
വരുന്ന സമയത്തൊക്കെ ഉപ്പാനോട് നേരിട്ട് സംസാരിക്കുന്നത് പോലെ ഞങ്ങൾക്ക് തോന്നുകയാണ്. അപ്പോഴൊക്കെ ഉപ്പാനെ ഓർക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെല്ലാവരെയും സാലിഹീങ്ങളിൽ ഉൾപ്പെടുത്തി തരട്ടെ. അതുകൊണ്ട് ജ്യേഷ്ഠന്മാരെ പോലെയും അഞ്ചന്മാരെ പോലെയും തന്നെയാണ് ഞാൻ കരുതാറ്. ഇന്നത്തെ ഈ പരിപാടിയിൽ സത്യത്തിൽ പറഞ്ഞാൽ ഈ പരിപാടിക്ക് എന്നെ ഉസ്താദ് ക്ഷണിച്ചിട്ടൊന്നുമില്ല. ഉസ്താദ് നോട്ടീസ് കൊടുത്തിട്ട് ആ നോട്ടീസ് ഇങ്ങോട്ട് അയച്ചു തന്നതാണ്. അത് അഞ്ചന്മാരോടും ജ്യേഷ്ഠന്മാരോടൊക്കെ അങ്ങനെ തന്നെയാണല്ലോ. ഇതാ ഞാനിങ്ങനെ ചെയ്തിട്ടുണ്ട്, നീ വരണം. അതൊക്കെ വലിയ സന്തോഷമാണ്. ക്ഷണിച്ചിട്ട് എടുത്തതിനേക്കാളും വലിയ സന്തോഷമാണ്. കാരണം നമ്മളെ സ്വന്തം ആളാണല്ലോ. അപ്പോൾ എന്തായിരുന്നാലും ഞാൻ രാവിലെ തന്നെ വന്നിട്ട് ഇവിടെ നിൽക്കണമെന്നാണ് മനസ്സിൽ കരുതിയത്. പിന്നെ ഞാൻ വിചാരിച്ചു, റബ്ബേ രാവിലെ തന്നെ വന്നാൽ സുഖമില്ലാത്തത് കൊണ്ട് ക്ഷീണിച്ചിട്ട് വൈകുന്നേരം ഉസ്താദെ ഞാൻ പോകുന്നു എന്ന് പറഞ്ഞാൽ പിന്നെ ഉസ്താദിനൊരു വിഷമാവോ, രാത്രിക്കത്തെ പരിപാടിക്കല്ലേ എന്നോടുകൂടെ നിൽക്കാൻ പറഞ്ഞത് എന്ന് ആയിപ്പോണ്ടാന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വന്നത് തന്നെ, രാത്രി തന്നെ വന്നത്. അള്ളാഹു ഒക്കെ സ്വീകരിക്കുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിച്ചോനെ നമ്മുടെ ഈ നാട്ടിനെ അള്ളാഹു വളരെയധികം ഇസ്സത്തിലും റാഹത്തിലും സന്തോഷത്തിലുമാക്കി തരട്ടെ. ഏകദേശം എനിക്ക് വയസ്സ് 54 കഴിഞ്ഞു, 55 വയസ്സാണ്. ഈ സുഖമില്ലാത്തതുകൊണ്ടാണ് ഈ വടിയൊക്കെ പിടിച്ച് നടക്കുന്നത്. നിങ്ങൾ വിചാരിച്ചോണ്ട് കുറെ വലിയ വയസ്സായി എന്നൊന്നും തോന്നിപ്പോണ്ട. അല്ല, തോന്നിയാലും പ്രശ്നമൊന്നുമില്ല. ഞാൻ പറയാണ്, വയസ്സ് 54 ആണെങ്കിലും ഒരു 50 കൊല്ലത്തിലെ പരിചയമുണ്ട് പൊയ്യത്ത് വയൽ. ചെറുപ്പത്തിൽ തന്നെ ഉപ്പ എന്താക്കും, ഉപ്പ നമ്മളെ ഇവിടത്തേക്ക് സിയാറത്തിനും കൊണ്ടുവരും, വാദിന് വരുന്ന സമയത്തിൽ വാദിനും കൊണ്ടുവരും. ഇപ്പൊ മക്കാമൽ സിയാറത്തിന് പോയപ്പോ ഉപ്പ ഇങ്ങനെ ആ പട്ട തുറന്നിട്ട് ഞങ്ങൾക്ക് പൈസ എടുത്തു തരും. അന്നത്തെ 1 ഉറുപ്പ്യ 2 ഉറുപ്പ്യ എടുത്തു തരും, എന്നിട്ട് മക്കാമൽ ഇടാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇവിടുന്ന് സിയാറത്തിന് കയറിയപ്പോ എനിക്ക് ഉപ്പാന്റെ ആ പട്ട തുറക്കുന്നതാണ് ഇങ്ങനെ മനസ്സിൽ ഓർമ്മ വന്നത്. അത് വലുതാന്ന് വരെ തരും. അത് ഒരു ഭയങ്കര സംഭവമായിരുന്നു. പൊയ്യത്തായിരുന്നു അത്രയും ഒരു ബന്ധാണ്. ചെറുപ്പത്തിലൊക്കെ ഞങ്ങൾ വാലിന് പോകാൻ വേണ്ടി കരയും. ഉപ്പ ഞാനും കൂടെ വാലിന് വരുന്നത് ചെറിയ പ്രായത്തിൽ പറയും. ഉപ്പ പറയും 2 മാസം കഴിഞ്ഞിട്ട് പൊയ്യത്ത് വാലുണ്ട്, അന്ന് ഞാൻ നിങ്ങളെ കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ട് ഞങ്ങളെ സമാധാനിപ്പിക്കാറുണ്ടായിരുന്നു. അപ്പൊ ഞങ്ങളെ സമാധാനിപ്പിക്കാൻ വേണ്ടി പറയുന്ന ഒരു നാടാണ് പൊയ്യത്തെ വാല്. അപ്പൊ അത്രയും ഒരു ബന്ധാണ്. മാത്രമല്ല ഞങ്ങളെ എപ്പോ ചെറുപ്പത്തിൽ തന്നെ പൊയ്യത്തെ വേലേക്ക് വാലിന് ഒന്നിച്ചു കൂടെ കൊണ്ടുവരുമുണ്ടായിരുന്നു. അതുകൊണ്ട് അൽഹംദുലില്ലാഹ് അള്ളാഹു ഈ ഒരു ബന്ധം നമുക്ക് ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കണം. അള്ളാഹു നിലനിർത്തി തരട്ടെ. നാളെ ആഖിറത്തിൽ നമുക്ക് എല്ലാവർക്കും ഇൻഷാ അല്ലാഹ് മണവാട്ടി ബീവിയുടെ കൂടെയും ശൈഖുനയുടെ കൂടെയും നമുക്ക് സ്വർഗത്തിൽ താമസിക്കണം. അവിടെ നിന്ന് ഒന്നിച്ച് പാനീയങ്ങൾ കുടിക്കണം, ഭക്ഷണം കഴിക്കണം. ഒക്കെ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഇതൊക്കെയാണ് നമുക്ക് വേണ്ടുന്നതും. അൽഹംദുലില്ലാഹ്. അതുകൊണ്ട് സുഹൃത്തുക്കളെ നാം മനസ്സിലാക്കേണ്ടത്, പിന്നെ ഇന്ന് നിങ്ങളെല്ലാവരും ബഹുമാനപ്പെട്ട അനസമാനിയുടെ പ്രസംഗം കേൾക്കാൻ വേണ്ടിയാണ് ഇവിടെ ഇരുന്നിട്ടുള്ളത്. പിന്നെ എനിക്ക് പറയാനും അറിയില്ല. പിന്നെ ഏതായിരുന്നാലും മൂപ്പര് വരുന്നത് കുറച്ച് സമയമുണ്ടല്ലോ, അതുകൊണ്ട് ഞാനിങ്ങനെ പറയുന്നു മാത്രം. അല്ലാതെ ഞാൻ ഇത്രയൊന്നും പറയാൻ വിചാരിച്ചിട്ടുമില്ല. ഇങ്ങനെ സംസാരിക്കാൻ പറ്റുമെന്ന് തന്നെ എനിക്ക് തോന്നിയിട്ടുമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ പറയുന്നു, ഫദ്കുറൂനി ഫദ്കുറൂനി, നിങ്ങൾ എന്നെ ഓർക്കണം, നിങ്ങൾ എന്നെ ഓർക്കണം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. എല്ലാവരും എന്നെ ഓർക്കണം, അള്ളാഹുവിനെ ഓർക്കണം എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആലനെ ഓർത്താൽ അല്ലാഹു പറയുന്നു അസ്കുറുക്കും, ഞാൻ നിങ്ങളെ ഓർക്കും എന്ന് പറഞ്ഞാൽ അവിടെ ഫദ്കുറുനി എന്ന് പറഞ്ഞാൽ അതൊരു ലിമിറ്റഡ് സമയത്തിന് മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റൂ. അള്ളാഹുവിനെ ഓർക്കാൻ അൺലിമിറ്റഡ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റൂല. നമ്മൾ മരിക്കുന്നത് വരെയല്ലേ അള്ളാഹിനെ ഓർക്കാൻ പറ്റുള്ളൂ. അത് പിന്നെ ഒരു ലിമിറ്റ് ഉണ്ട്. ഇപ്പൊ നമ്മളെ ടെലിഫോൺ ഉണ്ടല്ലോ, ഈ മൊബൈൽ ഫോൺ. പണ്ടൊക്കെ മൊബൈൽ ഫോൺ വന്ന ഉടനെ തന്നെ ഒരു ഫോൺ ചെയ്യണമെങ്കിൽ 14 രൂപയും 20 രൂപയ്ക്ക് വേണ്ടിയിരുന്നു ഒരു മിനിറ്റിന്. ഫോൺ എടുത്താൽ തന്നെ പൈസ കൊടുക്കേണ്ടിയിരുന്നു. മുമ്പൊക്കെ അങ്ങനെയാണ്. ഇപ്പൊ എങ്ങനെ? ഇപ്പൊ അൺലിമിറ്റഡ് ആണ്. എത്ര വേണമെങ്കിലും വിളിക്കാം, ഒരു കണക്കും കയ്യില്ലാത്ത വിളിക്കാം. അൺലിമിറ്റഡ് ആണ്. അപ്പൊ ലിമിറ്റഡും അൺലിമിറ്റഡും നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും.
ഫദ്കുറൂനി എന്ന് പറഞ്ഞാൽ അള്ളാഹു പറയുന്നു എന്നെ നിങ്ങൾ ഓർക്കണം. അത് ഒരു ലിമിറ്റ് ഉണ്ട് അതിന്. അതായത് മരിക്കുന്നത് വരെ അള്ളാഹിനെ ഓർക്കാൻ പറ്റുള്ളൂ. പക്ഷെ അള്ളാഹു അതിന് തരുന്ന മറുപടി എന്താണെന്നറിയോ? അദ്കുറുക്കും, ഞാൻ നിന്നെ ഓർക്കും. അതായത് എന്നെ ആരാണ് ഓർക്കുന്നത് അവനെ ഞാൻ ഓർക്കും. അതിന് ലിമിറ്റ് ഇല്ല. ദർ ഈസ് നോ ലിമിറ്റ്, അൺലിമിറ്റഡ് ആണ്. അള്ളാഹു ഇങ്ങനെ ഓർത്തുകൊണ്ടേയിരിക്കും. നമ്മൾക്കറിയാം ഈ റജബ് മാസത്തിൽ ബഹുമാനപ്പെട്ട അജ്മീർ ഖാജ തങ്ങളെ ഓർക്കുന്ന ഒരു മാസമാണ്. 812 കൊല്ലമായി ബഹുമാനപ്പെട്ട ഖാജ തങ്ങൾ നമ്മിൽ നിന്ന് വിട്ടുപിരിഞ്ഞിട്ട്. പക്ഷെ ഇപ്പോഴും എല്ലാവരും ഓർക്കുന്നു. കാരണം എന്താണെന്നറിയോ? ആ ഫദ്കുറൂനി എന്ന് പറഞ്ഞത് ഖാജ തങ്ങൾ ശരിക്കും അതിനെന്താക്കിയിട്ടുണ്ട്, ശരിക്കും അതിനെ മുഖവിലക്കെടുത്തിട്ടുണ്ട്. ആ മുഖവിലക്കെടുത്തത് കൊണ്ട് എത്രയോ ലക്ഷക്കണക്കിന് ആളുകൾ ഇസ്ലാമിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചു. ഇത് ആദരവായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പൊരുത്തമാണ്. ആ പൊരുത്തത്തോടു കൂടിയാണ് ബഹുമാനപ്പെട്ട ഖാജ തങ്ങൾ ഇവിടെ വന്നതും ഇവിടെ പ്രവർത്തിച്ചതും. അതുകൊണ്ട് അള്ളാഹു പറഞ്ഞു അദ്കുറുക്കും, ഞാൻ നിങ്ങളെ ഓർക്കും എന്ന് പറഞ്ഞാൽ ആ ഓർമ്മ ഇങ്ങനെ ഖിയാമത്ത് നാൾ വരെ തുടരും. ഖിയാമത്ത് നാൾ വരെ തുടരും. അതാണ് ഫദ്കുറൂനി അദ്കുറുക്കും. ബഹുമാനപ്പെട്ട താജുശ്ശേരി ഉസ്താദ് അവർകൾ ഫദ്കുറൂനി എന്നത് ശരിക്കും മുഖവിലക്കെടുത്തു. അതുകൊണ്ടാണ് അദ്കുറുക്കും, നിന്നെ ഞാൻ ഓർക്കും, നിങ്ങളെ ഞാൻ ഓർക്കും എന്ന് അല്ലാഹു സുബ്ഹാനഹു തആല പറഞ്ഞത് കൊണ്ടാണ് അവരിവിടുന്ന് പോയിട്ടും നമ്മളെപ്പോഴും അവരെ ഇങ്ങനെ ഓർത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നാം എന്ത് വേണമെന്നറിയോ? നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ലിമിറ്റായി ജീവിതത്തിൽ അല്ലാഹു സുബ്ഹാനഹു തആലയെ നമ്മളെപ്പോഴും ഓർത്തുകൊണ്ടിരിക്കണം. അങ്ങനെ ഓർത്താൽ അല്ലാഹു പറഞ്ഞ അദ്കുറുക്കും എന്നതിൽ നമ്മളെല്ലാവരും ഉൾപ്പെടും. നമ്മൾ മരിച്ചു പോയാൽ നമ്മളെ മക്കള് നമ്മൾ ഓർക്കും, മറ്റുള്ള ജനങ്ങളെ നമ്മൾ ഓർക്കും. ആ ഓർമ്മ ഉണ്ടാവണം. അല്ലാഹു സുബ്ഹാനഹു തആല ആ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും അല്ലാഹു ഉൾപ്പെടുത്തട്ടെ. എല്ലാവരെയും അല്ലാഹു ഉൾപ്പെടുത്തട്ടെ. നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ എല്ലാവരെയും നാം ഒരുമിച്ച് കൂട്ടിത്തരട്ടെ. നമ്മുടെ സ്വഭാവം എപ്പോഴും നന്നായിരിക്കണം. സ്വഭാവം എപ്പോഴും നന്നായിരിക്കണം. ബഹുമാനപ്പെട്ട എല്ലാവർക്കും അറിയാം, ബഹുമാനപ്പെട്ട ശൈഖുന അവരുടെ സ്വഭാവം മക്കളായ ഞങ്ങളോട് പോലും എടാന്ന് വിളിച്ചത് എനിക്ക് ഓർമ്മയില്ല. നമ്മൾ എന്തരാന്ന് വിളിക്കുന്നില്ല, എനിക്ക് ഓർമ്മയില്ല. ഇങ്ങനെ സാധാരണഗതിയിൽ പിന്നെ പൊരയിലെല്ലാം ഉപ്പ വരുന്നത് തന്നെ പേടിയാണ്. ചില മക്കൾ ഉപ്പ ബൊമ്പായിന്ന് വരുന്നിടാന്ന് പറഞ്ഞ തന്നെ കിടാക്ക് പേടിക്കും. നമ്മളങ്ങനെയല്ല, നമുക്ക് ഉമ്മാനെ വലിയ പേടിയാണ്. ഒരാളെയും പേടി വേണമല്ലോ. പക്ഷെ ഉമ്മാനെ പേടി അങ്ങനെ വ്യാഴാഴ്ച ആവാൻ വേണ്ടി നമ്മൾ കാത്തുക്ക. എന്താ ഉപ്പ വരുമല്ലോ, ഭയങ്കര സന്തോഷാണ്. കാരണം ഉപ്പ വന്ന പിന്നെ ഉമ്മ നിന്നും ഉണ്ടേല, ഭയങ്കര ഒന്നും പറയല. കാരണം ഉമ്മ എന്തൊക്കെ പറഞ്ഞു പോയെങ്കിൽ പിന്നെ ഉപ്പ വിടേല. അത്രയും സ്നേഹമായിരുന്നു മക്കളോട്. അതേ സ്നേഹമാണ് മുത്തഅല്ലിമീങ്ങളോടും. അതാണ് പറഞ്ഞത്, ആ ശിഷ്യന്മാർ നമ്മളെ ജ്യേഷ്ഠന്മാരായിട്ടും അനുജന്മാരുമായിട്ട് തന്നെയാണ് കാണുന്നത്. ഉമ്മാക്ക് വലിയ സ്നേഹമാണ്. അൽഹംദുലില്ലാ. ഞാൻ പറഞ്ഞില്ലേ, നിങ്ങളെ പൊയ്യത്തോലെ കാണുമ്പോൾ ഭയങ്കര സന്തോഷിക്കുന്നു പറഞ്ഞാൽ അതെന്റെ ഉമ്മാനെ കഴിഞ്ഞിട്ടേ ഉള്ളൂ ആ സന്തോഷം. ഉമ്മാനെ നമ്മൾ എപ്പോഴും എന്താക്കണം, ബഹുമാനം വേണം. എൻ്റെ ഉമ്മ ഇപ്പോൾ ഇല്ല. ഉമ്മ ഇപ്പൊ ദുബൈയിൽ പോയിട്ടുണ്ട്, അനുജന്റെ കൂടെയാണുള്ളത്. അവര് ഉംറക്ക് വേണ്ടി പോകാൻ വേണ്ടി പോയതാണ്. ഇൻഷാ അല്ലാഹ് അടുത്ത മാസം ഉംറക്ക് പോയിട്ട് ഉറൂസിന് മുമ്പായിട്ട് ഇൻഷാ അല്ലാഹ് വരും. അല്ലാഹു അതിന് തൗഫീഖ് നൽകട്ടെ. അപ്പൊ ഉമ്മ ഇപ്പൊ എനിക്ക് സുഖമില്ലാത്തതുകൊണ്ട് ഇന്നലെ നമ്മൾ ലത്തീഫിന്റെ പരിപാടി ഉണ്ടായിരുന്നു. അപ്പൊ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഉമ്മാക്ക് ഫോൺ ചെയ്തിട്ട് ഉമ്മാനോട് ചോദിച്ചു, ഉമ്മ ലത്തീഫിന്റെ പരിപാടിയെല്ലാം ഭയങ്കര ഉഷാറായിട്ട് നടന്നു ഉമ്മ എന്ന് പറഞ്ഞപ്പോ എന്നോട് ഉമ്മ പറയാണ്, മോനെ ഞാൻ എല്ലാം കണ്ടിന് മോനെ. ഇപ്പൊ എല്ലാം ഇങ്ങനെ കമ്പ്യൂട്ടറിൽ കാണുമല്ലോ, അപ്പൊ എല്ലാം കണ്ടിന് എന്ന് പറഞ്ഞു. എല്ലാരും ഉണ്ട്, പെങ്ങന്മാരൊക്കെ ഉണ്ട്, അവരെ മുമ്പ് നിന്നാണ് സംസാരിക്കുന്നത്. അപ്പൊ ഉമ്മ പറഞ്ഞു, മോനെ ഞാൻ നിന്നെയും കണ്ടിന് പാങ്ങലെ, നിന്റെ കാലിന്റെ ബീക്കും കുറഞ്ഞിട്ടേ ഇല്ലാലാന്ന് ഉമ്മ ആണെന്ന് പറയുന്നത്. ഈ പരിപാടിന്റെ ഇടയ്ക്ക് ഞാൻ സ്റ്റേജിൽ നിന്നിട്ടാകുമ്പോ ഉമ്മ പറയുന്നത്, നിന്റെ കാലാണ് ഞാൻ നോക്കിയത്. ഈ പരിപാടി ഉസ്താദ് പ്രസംഗിക്കുമ്പോ ഞാൻ ചിരിച്ചുകൊണ്ടാണ് സംസാരിച്ചത്. പക്ഷെ ഇങ്ങനെ പറയുമ്പോ ഞാൻ തന്നെ കരഞ്ഞുപോയി. അപ്പൊ പെങ്ങള് പറയാന്ന്, ഉമ്മാന്റെ ബിസി നോക്കിയാലാ, ഇച്ചാന്റെ കാല് നോക്കിനല്ല കമ്പ്യൂട്ടറിൽ.
വല്ലാത്തൊരു ഉമ്മയാണ്. അങ്ങനത്തെ ഉമ്മ നമുക്ക് വേണം. അല്ല നിങ്ങൾ വിചാരിച്ചേണ്ട ഉമ്മ തയ്ക്കുന്നെന്ന് പറഞ്ഞാൽ ഉമ്മ എൻ്റെ ഉമ്മ ഭയങ്കര ഒരു ഗൗരവത്തിൽ നിന്ന് തോന്നിപ്പോണ്ട. ഉപ്പാനെ നല്ലതെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഉമ്മനെ കുറിച്ച് അങ്ങനെ പറഞ്ഞത്. നിങ്ങൾ അങ്ങനെ തോന്നിപ്പോകരുത്. മാത്രമല്ല മാഷാ അല്ലാ ഉമ്മ ഉംറക്ക് പോകുന്നുണ്ട്. അള്ളാഹു അതൊക്കെ അള്ളാഹു ഖൈറിലാക്കി കൊടുക്കട്ടെ, അതൊക്കെ സ്വീകരിക്കുമാറാകട്ടെ. ഉമ്മ ആദ്യമായിട്ടാണ് ഉപ്പയില്ലാതെ ആദ്യമായിട്ട് ഉംറക്ക് പോകുന്നത്. ഞങ്ങൾ ഒരു പ്രാവശ്യം ഉപ്പയോട് കൂടെ ഞങ്ങളെല്ലാവരും പോയത് ഞാൻ ഓർക്കുന്നു. ആദരവായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളോട് എപ്പോഴും പറയും, വളരെ സൂക്ഷിച്ചു വേണം പോകാൻ. അവിടെ പോയി വർഷത്തിൽ സംസാരിക്കരുത്, അവിടെ കൂടുതൽ സമയം നിൽക്കരുത് എന്നൊക്കെ പറയാറുണ്ട്. ഒരു പ്രാവശ്യം ഞാൻ ഓർത്തു പോകുന്നു, ഞങ്ങളൊക്കെയുണ്ട്, മക്കളും അതുപോലെ ഉമ്മയും ഞങ്ങളെല്ലാവരും ഉള്ള കൂട്ടത്തിൽ. ഉപ്പ ഇങ്ങനെ പറയുന്നു, എനിക്കൊരു കാര്യം പറയാണ്ട് എല്ലാവരും ഇവിടെ ഇരിക്കുകയെന്ന് പറഞ്ഞ് ആ പച്ചക്കുബയുടെ കുറച്ച് ദൂരെ നിന്നുകൊണ്ട് ഇരുന്നിട്ട് പറയാണ് ഉമ്മാനോട്, മറിയ, എൻ്റെ ഉമ്മാന്റെ പേര് മറിയം എന്നാണ്, മറിയ നീ എൻ്റെ ഭാര്യ, ഞാൻ നിന്നെ ഹബീബായ നബി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുമ്പിൽ നിന്നുകൊണ്ട് നിന്നോട് ഞാൻ തങ്ങളെ സാക്ഷി നിർത്തിക്കൊണ്ട് നിന്നോട് ഞാൻ പറയുന്നു, നീ എൻ്റെ ഭാര്യയായി ഞാൻ നിനക്ക് തൃപ്തിപ്പെട്ടിരിക്കുന്നു, നീ ചെയ്തതെല്ലാം ഞാൻ സ്വീകരിച്ചിരിക്കുന്നു. ഹബീബായ നബി തങ്ങളെ മുമ്പിൽ നിന്നുകൊണ്ടാണ് പറയുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ഉമ്മാക്ക് വേണ്ടി ഒരുപാട് ദുആ ചെയ്തിട്ടുണ്ട്. എൻ്റെ ഉമ്മ പോകുമ്പോൾ അതൊക്കെ ഓർക്കും. ഉപ്പയില്ലാതെ എങ്ങനെയാണ് പോകുന്നത്? അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ യാത്രയെല്ലാം എളുപ്പമാക്കി കൊടുക്കട്ടെ, അവരുടെ രോഗങ്ങളൊക്കെ ശിഫയാക്കി കൊടുക്കട്ടെ. അവർക്ക് താങ്ങാൻ പറ്റാതെ രോഗം നൽകി നീ അവരെ ബുദ്ധിമുട്ടിക്കല്ല റഹ്മാനെ, നീ ബുദ്ധിമുട്ടിക്കല്ല റഹ്മാനെ. അവരുടെ ആയുസ്സിന് നീ നീട്ടിക്കൊടുക്കണേ റഹ്മാനെ, അവരുടെ ആയുസ്സിന് നീ നീട്ടിക്കൊടുക്കണേ റഹ്മാനെ. നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ ശൈഖനയുടെ കൂടെ ഞങ്ങളെ ഉമ്മാക്കും മക്കളായ ഞങ്ങൾക്കും ഞങ്ങളെ പൊയ്യത്തുവാലുള്ള സഹോദരി സഹോദരന്മാർക്കും എല്ലാവർക്കും ഒരുമിച്ച് കൂടാനുള്ള തൗഫീഖ് നീ നൽകണേ റഹ്മാനെ, നീ നൽകണേ അല്ലാ, നീ നൽകണേ റഹ്മാനെ. റഹ്മാനും റഹീമുമായ അല്ലാ, ഈ പൊയ്യത്തുവാലുള്ള എത്രയോ പെണ്ണുങ്ങള്, സഹോദരന്മാര്, ചെറിയ മക്കൾ, എത്രയോ വയസ്സുള്ള ആളുകളൊക്കെ ശൈഖുനെ വളരെ സ്നേഹിച്ചവരാണ് റഹ്മാനെ. ഈ പാവങ്ങളായി ഞങ്ങൾ വരുന്ന സമയത്ത് ഒരു ഇൽമു പോലും ഞങ്ങൾക്കില്ല എന്ന് ഇവർക്കൊക്കെ അറിയാം. പക്ഷേ ഞങ്ങളെ കാണുമ്പോൾ വളരെ ബഹുമാനിച്ചാദരിച്ച് ഞങ്ങളെ ബഹുമാനിക്കുന്നത് ശൈഖുനയെ ഓർത്തുകൊണ്ടെന്നും ഞങ്ങൾക്കറിയാം. അല്ലാ, നീ അത് സ്വീകരിക്കണേ അല്ലാ. ഈ നാട്ടിലേക്ക് ബർക്കത്ത് ചൊരിഞ്ഞു കൊടുക്കണേ റഹ്മാനെ. റഹ്മാനെ, ഈ നാട്ടിലുള്ള ദർസിനെ നീ നിലനിർത്തി തരണേ അല്ലാ, നീ നിലനിർത്തി തരണേ റഹ്മാനെ, നീ നിലനിർത്തി തരണേ റഹ്മാനെ. ഈ നാട്ടിലുള്ള ഓരോരുത്തരുടെയും എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടോ ആ പ്രശ്നങ്ങളൊക്കെ നീ തീർത്തു കൊടുക്കണേ റഹ്മാനെ. റഹ്മാനെ, തീർത്തു കൊടുക്കണേ അല്ലാ, തീർത്തു കൊടുക്കണേ റഹ്മാനെ. ഈ നാട്ടിലെ നീ വലിയ നിഅമത്ത് ചൊരിച്ചു കൊടുക്കണേ അല്ലാ. ഈ നാട്ടിലുള്ള ദർസിനെ നീ നിലനിർത്തി കൊടുക്കണേ റഹ്മാനെ. റഹ്മാനെ, ഒരുപാട് ആളുകൾ ഗൾഫിൽ ജോലി ചെയ്യുന്നവരുണ്ട്, അവരുടെ ജോലിയിൽ നീ ബർക്കത്ത് ചെയ്യണേ അല്ലാ, നീ ബർക്കത്ത് ചെയ്യണേ റഹ്മാനെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وصلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين. السلام عليكم ورحمة الله وبركاته.